ഹലോ എവ്രി വൺ, വെൽക്കം ടു AZB അക്കാഡമി. മസ്ദൂർ എക്സാമിന് വേണ്ടിയിട്ടുള്ള AZB അക്കാഡമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിപ്പറേഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് AC ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A pure inductive circuit has an inductive reactance of 50 ohm and the supply voltage of 100 volt. The current is dash. Okay, so ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു പ്യോർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണ്. ദാറ്റ് മീൻസ് അവിടെ റെസിസ്റ്റൻസ് ഇല്ല, അതുപോലെ തന്നെ കപ്പാസിറ്റൻസും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് തന്നിട്ടുണ്ട് 50 ഓം, 50 ഓം ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻസ് ഡയറക്ട്ലി തന്നേക്കാണ്. ആൻഡ് ദ സപ്ലൈ വോൾട്ടേജും തന്നിട്ടുണ്ട് 100 വോൾട്ട്. കറണ്ട് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. നോർമലി ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടിലാണെങ്കിൽ കറണ്ട് എങ്ങനെയായിരിക്കും? I = V/R. ഒരു RL സീരീസ് സർക്യൂട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പിനേഷൻസ് RC, RLC, RL അങ്ങനെ വരികയാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്ന I will be equal to V/Z. പക്ഷേ ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഡയറക്ട്ലി തന്നിരിക്കുകയാണ്. Therefore, I = V/XL. Therefore, എങ്ങനെയായിരിക്കും? 100/50 that is equal to 2 ampere. Option C is the right answer. Okay. Next, if frequency increases, inductive reactance dash. അപ്പോൾ ഈ ചോദ്യം എഴുതണമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും തമ്മിലുള്ള റിലേഷൻ അറിയണം. എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL = 2πfL. ദാറ്റ് മീൻസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഫ്രീക്വൻസി, അഥവാ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുമ്പോൾ ഫ്രീക്വൻസിയും കൂടും. ഓക്കെ, അതാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അഥവാ ഡയറക്ട്ലി റിലേറ്റഡ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി കൂടി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടും. സോ ഓപ്ഷൻസ് ഏതാണ്? ഡിക്രീസസ് അല്ല, റിമെയിൻ സെയിം അല്ല. ഓപ്ഷൻ സി ഇൻക്രീസസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഡാഷ്. എങ്ങനെയാണ് ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മൾ നേരത്തെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഫ്രീക്വൻസിയും കണ്ടു, ഇപ്പൊ കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഫ്രീക്വൻസിയും. അപ്പൊ ഈ ഇക്വേഷനും അറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റൂ. എന്താണ് ഇക്വേഷൻ? XC = 1/2πfC. അവിടെ എന്താ റിലേഷൻ? എന്താണ്? XC ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഇൻവേഴ്സ്ലി റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ ദ അതർ ക്വാണ്ടിറ്റി വിൽ ബി ഡിക്രീസിങ്. ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റു ക്വാണ്ടിറ്റി കുറയും. അതിനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ്? കപ്പാസിറ്റീവ് റിയാക്റ്റൻസസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണോ? അല്ല. ഓപ്ഷൻ ബിയിൽ ക്ലിയർ ആയിട്ട് ആൻസർ തന്നിട്ടുണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ബാക്കി ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി ആണോ? അല്ല. ഈക്വൽ ടു റെസിസ്റ്റൻസ് അല്ല. It is given inversely proportional to frequency. Okay, next. In an RL series circuit, current leads the voltage, current lags the voltage, current and voltage are in phase, current is 0. അപ്പോൾ നമുക്ക് ഓരോ കമ്പോണൻസ് വെക്കുമ്പോഴും ആ സർക്യൂട്ടിൽ വോൾട്ടേജ് എങ്ങനെയാണ് മാറുന്നത്, കറണ്ട് എങ്ങനെയാണ് മാറുന്നതെന്ന് അറിയാം. ഒരു പ്യോർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ എന്താണ്? കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ ഫേസ് ആണ്. കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ ഫേസ്. അതേസമയം ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ, ഒരു പ്യോർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇനി ഒരു കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ ഇൻഡക്ടറിൻ്റെ റെസിസ്റ്ററിൻ്റെ നെറ്റ് ഇഫക്റ്റ് ആണ് ഒപ്പോസിഷനിൽ വരുന്നത്. സോ വാട്ട് ഹാപ്പൻസ്? ആ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ് പ്രൊനൗൺസ് ചെയ്ത് വരുന്നത്. സോ ദ ആൻസർ ഇസ് കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ്. ഓക്കെ, കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ്. ഇനി ഇതൊരു RC യിലേക്ക് വരുമ്പോൾ കപ്പാസിറ്റീവ് നേച്ചർ എന്താണ്?
കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ്. അപ്പോൾ RC നെറ്റ്വർക്ക് ആകുമ്പോൾ അതിന്റെ ഇഫക്റ്റ് എന്തായിരിക്കും? there also current leads the voltage. Okay. അടുത്ത് an RL circuit has R is equal to 6 ohm, XL is equal to 8 ohm. അങ്ങനെയാണെങ്കിൽ ഇംപീഡൻസ്. ഓക്കെ, നോർമലി ഒരു R സർക്യൂട്ട് റെസിസ്റ്റൻസ് ഓൺലി ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആ സർക്യൂട്ടിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, I is equal to V/R. ഓക്കെ, ഇൻഡക്റ്റൻസ് ഓൺലി ആണെങ്കിൽ I is equal to V/XL. പക്ഷേ ഇവിടെ ആറിൻ്റെയും എക്സലിൻ്റെയും കോമ്പോസിഷൻ ആണ്. ഓക്കെ, ദർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് R and XL. ദാറ്റ് ഇസ് ആ R റെസിസ്റ്റൻസിന്റെ ഓഫർ ചെയ്യുന്ന ഒരു ഒപ്പോസിഷനും ഉണ്ടാവും, അതുപോലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫർ ചെയ്യുന്ന ഒരു ഒപ്പോസിഷനും കറണ്ട് ഫ്ലോയ്ക്ക് ഉണ്ടാവും. സോ വാട്ട് ഹാപ്പൻസ്? അപ്പോൾ ഈ കമ്പൈൻഡ് ഒപ്പോസിഷനെ കാണിക്കുന്നതാണ് ഇംപീഡൻസ്. ദാറ്റ് ഇസ് ടോട്ടൽ ഇംപീഡൻസ്. സോ ടോട്ടൽ ഇംപീഡൻസ് ഇപ്പോൾ ഒരു RL സർക്യൂട്ട് ആണ്. ഓക്കെ, അതിൻ്റെ ഒരു ടോട്ടൽ ഇംപീഡൻസ് വി ക്യാൻ റൈറ്റ് is equal to impedance is equal to root of R square plus XL square. ഓക്കെ, സോ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 6 സ്ക്വയർ ഇസ് 36 പ്ലസ് XL എന്ന് പറയുന്നത് 8 ഓം ആണ്. 8ന്റെ സ്ക്വയർ 64. ടുഗെദർ ഇറ്റ് ഇസ് 100. റൂട്ട് ഓഫ് 100 ഇസ് ഈക്വൽ ടു 10 ഓം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An RL circuit is supplied with 100 volt and has an impedance of 10 ohm. അതായത് വോൾട്ടേജ് 100 വോൾട്ട് ആണ്, ഇംപീഡൻസ് 10 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കറണ്ട് ഇസ് ഈക്വൽ ടു V/Z. വോൾട്ടേജ് എന്ന് പറയുന്ന 100/10, ദാറ്റ് ഇസ് ഈക്വൽ ടു 10 ആംപിയർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇൻ ആൻ RC സീരീസ് സർക്യൂട്ട്, RL പറഞ്ഞതുപോലെ തന്നെയാണ് RC. ഇവിടെ കപ്പാസിറ്റീവ് ഇഫക്റ്റ് ആണ് പ്രൊനൗൺസ് ചെയ്ത് വരുന്നത്. ദെയർഫോർ ഓപ്ഷൻ എ കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇത് ഓൾറെഡി അതിൻ്റെ റീസൺസ് ഡിസ്കസ് ചെയ്തു. കറണ്ട് ലാക്സ് ദ വോൾട്ടേജ് ആണെങ്കിൽ അതെന്ത് സർക്യൂട്ട് ആയിരിക്കും? RL സർക്യൂട്ട്. നോ ഫേസ് ഡിഫറൻസ് ആണെങ്കിൽ അതെന്ത് സർക്യൂട്ട് ആയിരിക്കും? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. വോൾട്ടേജ് സീറോയ്സ് എന്ന് പറയുന്ന ദാറ്റ് ഇസ് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഓക്കെ, അടുത്ത് an RC circuit has R is equal to 3 ohm and XC is equal to 4 ohm and the impedance. Here also impedance എന്ന് പറയുന്നത് എന്താണ്? root of R square plus XC square. എന്ന് വെച്ചാൽ എന്താ? R is 3 square plus 4 square. Root of 9 plus 16, that is equal to root 25, that is equal to 5 ohm. Option C is the answer. Next question. In a series RLC circuit at resonance. ഇപ്പോൾ resonance condition എല്ലാവർക്കും അറിയാം. At a particular frequency, inductive reactance become equals to capacitive reactance. അതിനെയാണ് resonance condition എന്ന് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ പറയുന്നത്. അപ്പോൾ റെസണൻസ് രണ്ട് രീതിയിലുണ്ട്, സീരീസ് റെസണൻസും പാരലൽ റെസണൻസും. അപ്പോൾ ഇവിടെ സീരീസ് റെസണൻസ് ആണ് തന്നിട്ടുള്ള സിനാരിയോ. സീരീസ് റെസണൻസ് എന്ന് യു ഹാവ് എ സീരീസ് RLC സർക്യൂട്ട് സപ്ലൈഡ് ബൈ ആൻ AC വോൾട്ടേജ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ റെസണൻസ് കണ്ടീഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് XL ഗ്രേറ്റർ ദാൻ XC, XC greater than XL, XL is equal to XC, R is equal to 0. അപ്പോൾ ആ കണ്ടീഷൻ്റെ ഡെഫിനിഷനിൽ തന്നെ ഉണ്ട് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം. XL is equal to XC. Next question. At resonance, the impedance of a series RLC circuit is. Okay. അപ്പോൾ നോർമലി ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഒരു RLC സീരീസ് സർക്യൂട്ട് വരുമ്പോൾ ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ റെസണൻസ് കണ്ടീഷൻ, സീരീസ് റെസണൻസിൻ്റെ കണ്ടീഷൻ XL is equal to XC.
അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? Z is equal to root of R square plus XL is equal to XC ആണ്. അപ്പോൾ എന്താ ഇവിടെ XL equal to XC അത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ക്യാൻസൽ ആയി പോകും. സോ വാട്ട് ഹാപ്പൻസ്? R square plus 0 square. That means this is equal to root of R square, that is equal to R. So the total impedance is equal to R. That means in a series RLC circuit, ആ സർക്യൂട്ടിന്റെ ടോട്ടൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസിന് തുല്യമാണ്. അപ്പോൾ അതിന്റെ ഓപ്ഷൻസ് നോക്കാം. മാക്സിമം ആണോ ഇല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓൺലി. ഓപ്ഷൻ സി ഇൻഫൈനൈറ്റ്, ഓപ്ഷൻ ഡി 0. അപ്പോൾ ഇതിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വന്ന കണ്ടീഷൻ ക്ലിയർ ആയിട്ട് ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുണ്ട്, ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓൺലി. സോ ദാറ്റ് ഇസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് സീരീസ് റെസൊണൻസ് കറണ്ട് ഇസ് ഡാഷ്. ഓപ്ഷൻസ് മിനിമം, 0, മാക്സിമം, ഹാഫ് മാക്സിമം. അപ്പോൾ സീരീസ് റെസൊണൻസിന്റെ കേസിൽ നമുക്ക് ടോട്ടൽ ഇംപീഡൻസ് വരേണ്ടത് എന്തായിരുന്നു? റൂട്ട് ഓഫ് R square plus XL minus XC or XL ഡിഫറൻസ് XC ഏതാണോ വലുത് ആ രീതിയിൽ ഡിഫറൻസ് XC സ്ക്വയർ ആയിരുന്നു. അതിൽ നോർമലി XLും XCയും കൊടുക്കേണ്ട ഒപ്പോസിഷൻ കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോയി. സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? Z is equal to R. അതായത് ദ ടോട്ടൽ ഇംപിഡൻസ് ഓഫ് എ സീരീസ് RLC സർക്യൂട്ട് ഒരു പ്യുവർ റെസിസ്റ്റൻസിന് തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇൻ ദിസ് കേസ് അവിടുത്തെ ഒപ്പോസിഷൻ ടു ദ, അതായത് സീരീസ് RLC സർക്യൂട്ടിൽ കറണ്ടിനുള്ള ഒപ്പോസിഷന് മിനിമം. ഓക്കെ, ദാറ്റ് ഇസ് ഇംപിഡൻസ് മിനിമം. ഇംപിഡൻസ് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോയ്ക്കുള്ള ഒപ്പോസിഷൻ മിനിമം എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ എന്തായിരിക്കും? കറണ്ട് ഫ്ലോ മാക്സിമം. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം, അറ്റ് സീരീസ് റെസൊണൻസ് കറണ്ട് മാക്സിമം. ഇത് ഓപ്ഷൻസിലുണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ എ മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത്, അതല്ല. 0 അല്ല. മാക്സിമം ഈസ് ദ ആൻസർ, ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഹാഫ് മാക്സിമം അല്ല. അപ്പോൾ അങ്ങനെ ഇംപീഡൻസ് മിനിമം ആയിട്ട് മാക്സിമം കറണ്ട് ഈ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് സീരീസ് റെസൊണൻസ് സർക്യൂട്ടിന് ഒരു പേരും കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് ദ അക്സെപ്റ്റർ സർക്യൂട്ട്. That is the acceptor circuit. Okay. Next, the power factor at series resonance. Series resonance power factor. സീരീസ് റെസൊണൻസിൽ ഓൾറെഡി കണ്ടീഷൻസ് നമ്മൾ ഒന്നൊന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സർക്യൂട്ടിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇംപീഡൻസ് ഇസ് ഈക്വൽ ടു ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെയാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ എന്താ ഇവിടുത്തെ പ്രോപ്പർട്ടി? ദാറ്റ് ഇസ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ഫേസ്. വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ഫേസ്. വോൾട്ടേജും കറണ്ടും ഇൻ ഫേസ് വരുമ്പം എന്തായിരിക്കും പ്രത്യേകത? വാട്ട് ഹാപ്പൻസ്? ദ ഫേസ് ആംഗിൾ ഫൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ പവർ ഫാക്ടർ എന്താണ്? പവർ ഫാക്ടർ നമുക്കറിയാം, ഇറ്റ് ഇസ് കൊസൈൻ ഓഫ് ദ ഫേസ് ആംഗിൾ കോസ് ഫൈ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? കോസ് 0. ദ വാല്യൂ ഓഫ് കോസ് 0 ഇസ് 1. ദാറ്റ് മീൻസ് പവർ ഫാക്ടർ ഇസ് യൂണിറ്റി. So the power factor at series resonance is options 0. പവർ ശ്രദ്ധിക്കണം, ഫേസ് ആംഗിൾ ആണെങ്കിൽ 0 ആണ്, പവർ ഫാക്ടർ ആണെങ്കിൽ 0 അല്ല, 0.5 അല്ല, ലാഗിങ് അല്ല. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, യൂണിറ്റി. ഓക്കെ, ഈ ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കുക, പവർ ഫാക്ടർ ആണെന്ന് ചോദിച്ചാൽ യൂണിറ്റി, ഫേസ് ആംഗിൾ ആണെങ്കിൽ 0. നെക്സ്റ്റ്, റെസൊണന്റ് ഫ്രീക്വൻസി ഈസ് ഗിവൺ ബൈ. റെസൊണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അതൊന്ന് ഡിറൈവ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം XL is equal to XC ആണ് സീരീസ് റെസൊണൻസിൻ്റെ കണ്ടീഷൻ. സീരീസ് റെസൊണൻസിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ XL എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2π FL is equal to 1/2π FC. ഓക്കെ, അപ്പോൾ ഈ പെർട്ടിക്കുലർ
ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? റെസണൻസ് ഫ്രീക്വൻസി. അപ്പോൾ റെസണൻസ് ഫ്രീക്വൻസി ആയതുകൊണ്ട് ഇതിനെ F⁻R എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് 4π² FR² LC is equal to 1. From this, FR² is equal to 1/4π² LC. Okay, ഇതിൽ നിന്നും FR, what is FR? That is equal to 1/√ എടുക്കാം, 2π√LC. So this is the equation for resonant frequency, and resonant frequency depends on inductance and capacitance. ശ്രദ്ധിക്കുക, ഈ റിലേഷനിൽ നിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് പറയാൻ പറ്റും. റെസണന്റ് ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, സീരീസ് റെസണൻസ് പോലെ പ്രധാനമാണ് പാരലൽ റെസണൻസും. പക്ഷേ പാരലൽ റെസണൻസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് സീരീസ് റെസണൻസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലൊരു ഫീച്ചറാണ് ഇംപിഡൻസ്. അത് നോക്കാം. ഇൻ പാരലൽ റെസണൻസ് സർക്യൂട്ട്സ്, ഇംപിഡൻസ് സീരീസ് റെസണൻസിൽ മിനിമം ആയിരുന്നു, ഈക്വൽ ടു റെസിസ്റ്റൻസ് ആയിരുന്നു. ബട്ട് ഹിയർ ഇറ്റ് ഇസ് മാക്സിമം. ഓക്കെ, therefore this circuit is called a rejector circuit. Okay. Okay, parallel resonance. Parallel resonance is also known as, അതിൻ്റെ പേരുകളാണ്. പാരലൽ റെസണൻസ് സർക്യൂട്ടിനെ നമ്മൾ എന്ത് പേര് വിളിച്ചു? റിജക്ടർ സർക്യൂട്ട് എന്ന് വിളിച്ചു. ആ റെസണൻസിന് പറയുന്ന പേരാണ് വോൾട്ടേജ് റെസണൻസ്, കറണ്ട് റെസണൻസ്, മെക്കാനിക്കൽ, മാഗ്നറ്റിക്. ഇതിൽ മൂന്നാമത്തെ നാലാമത്തെ ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാം. ആൻസർ ഇസ് കറണ്ട് റെസണൻസ്, ബിക്കോസ് ഇൻഡക്റ്റൻസിലും കപ്പാസിറ്റൻസിലും കൂടെയുള്ള കറണ്ട് ഇസ് മച്ച് മോർ ദാൻ ദ ലൈൻ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അതുകൊണ്ടാണ് ഇതിനെ പാരലൽ റെസണൻസിനെ കറണ്ട് റെസണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പാരലൽ റെസണൻസും സീരീസ് റെസണൻസുമായിട്ട് ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് എന്ന് നോക്കുക. ഇപ്പോൾ ഓപ്ഷൻ എ, സീരീസ് റെസണൻസ് മാക്സിമം കറണ്ട്, അത് ശരിയാ. പാരലൽ റെസണൻസ് മാക്സിമം ലൈൻ കറണ്ട്, തെറ്റാണ്. പാരലൽ റെസണൻസിൽ current through the resistance capacitance is much more. Series resonance minimum current, തെറ്റാണ്. Parallel resonance minimum impedance, തെറ്റാണ്. That offers, parallel resonance offers maximum impedance. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. സീരീസ് റെസണൻസ് മാക്സിമം കറണ്ട് ബിക്കോസ് ഇംപിഡൻസ് ഇസ് മിനിമം. Therefore the correct answer is option A. Okay, that's all for today's session. ബാക്കിയുള്ള ചോദ്യങ്ങളുമായിട്ട് ഇനിയും സീരീസ് കണ്ടിന്യൂ ചെയ്യും. തുടർന്നുള്ള സീരീസും നിർബന്ധമായിട്ടും മുടങ്ങാതെ കാണുക. ഓക്കെ, താങ്ക് യു എവ്രിബഡി. ഹാവ് എ ഹാപ്പി ലേണിംഗ്.